അപ്പോൾ ഇന്ന് പ്രസ് സ്റ്റോപ്പിൽ എനിക്കൊപ്പം ഉള്ളത് മിസ്റ്റർ ലിജോ വർഗീസ് ആണ്. ലിജോ, ഗുഡ് മോർണിംഗ്, ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ സേതു. ഹാപ്പി ന്യൂ ഇയർ. വളരെ സന്തോഷകരമായൊരു ദിവസമാണ് സേതുവിനും തോന്നുന്നു. നല്ല എനർജി ഉണ്ട്. ഇന്ന് നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെ ആണല്ലോ. അപ്പോ എന്താ വിശേഷങ്ങൾ? പത്രങ്ങളെല്ലാം ഈ ന്യൂ ഇയറുമായി തീം പിടിച്ചാണ് അവരുടെ ഒരു ഇന്നത്തെ മൊത്തത്തിലുള്ള വാർത്തകൾ വന്നിരിക്കുന്നത്. ആ തീമും എന്താണ് ഒരു പുതുവർഷത്തേക്ക് കടക്കുമ്പോൾ ഓരോരുത്തരുടെയും പ്രതീക്ഷകളും അല്ലെങ്കിൽ പല വാർത്തകളെ വെച്ചുകൊണ്ടാണ് അതിനെ ഓരോ പത്രങ്ങളും ഡിസൈൻ ചെയ്തിരിക്കുകയും അതിനനുസരിച്ചാണ് ഒരു എഡിറ്റോറിയൽ പോളിസി പിടിക്കുകയും ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് തോന്നുന്നത്. മലയാള മനോരമയിലേക്ക് വന്നാൽ മലയാള മനോരമയിലെ ഒന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്തയായിട്ട് അവർ കൊടുത്തിരിക്കുന്നത് പുതുവർഷമേ നീതി തരുമോ എന്നുള്ളതാണ്. അതൊരു കുറച്ച് നെഗറ്റീവ് ഷെയ്ഡിലുള്ള വാർത്തയാണ്. അത് ഡൽഹി ജന്തർ മന്ദറിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഉന്നാവ് കേസിലെ പെൺകുട്ടിയുടെ ധീരമായ ഒരു പോരാട്ടവും കഴിഞ്ഞ 8 വർഷമായി ആ പെൺകുട്ടിക്ക് നീതി ലഭിച്ചിട്ടില്ല, അത് നീതി ലഭ്യമായിട്ടില്ല, അത് ഈ വർഷമെങ്കിലും എനിക്ക് തരുമോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യവുമായിട്ടാണ് മലയാള മനോരമയുടെ ഇന്നത്തെ ഒന്നാം പേജിൽ ഒരു പ്രധാനപ്പെട്ട വാർത്തയുള്ളത്. അധികാര കേന്ദ്രങ്ങളിൽ നിന്നുള്ള നീതി നിഷേധം ഇപ്പോൾ അവസാനിച്ചോ എന്നുള്ള ചോദ്യം വെച്ചുകൊണ്ട് ആ പെൺകുട്ടിയെ ജന്തർ മന്ദറിൽ വെച്ച് ആ പെൺകുട്ടിയോട് സംസാരിച്ചതുമായി ബന്ധപ്പെട്ട വാർത്ത കൂടി ചേർത്തുകൊണ്ടാണ് ആ വാർത്ത മനോരമ നൽകിയിരിക്കുന്നത്. നീതിയിലേക്കുള്ള വാതിലുകൾ തടഞ്ഞും പോലീസും സർക്കാരും ഉൾപ്പെടെ നിന്നിട്ടും 8 വർഷമായി നടത്തുന്ന പോരാട്ടം, പിതാവിൻ്റെയും ബന്ധുക്കളുടെയും ജീവൻ ഈ പോരാട്ടത്തിൽ നഷ്ടപ്പെട്ടു. സ്വന്തം ജീവന് നേരെ ഓരോ ദിവസവും ഉയരുന്ന കൊലക്കത്തികൾ, രാജ്യത്തെ സ്ത്രീകൾക്ക് നീതിയുടെ പുതിയ കാലം എന്ന പ്രതീക്ഷയുമായി സമരജീവിതം തുടരുന്ന ഉന്നാവിലെ പെൺകുട്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് മനോരമ ആ വാർത്ത ഇന്ന് ഒന്നാം പേജിൽ കൊടുത്തിരിക്കുന്നത്. മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ മാതൃഭൂമിയിൽ കുറച്ചുകൂടെ കളറാണ്, അല്ലെങ്കിൽ കുറച്ചും കൂടെ സന്തോഷകരമായ തരത്തിലാണ് ആ വാർത്തയെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിന് പേര് തന്നെ കളറാകട്ടെ എന്നുള്ളതാണ്. സ്വന്തം ലിഫ്റ്റിലേറി കൊച്ചുമോൻ്റെ ഉയർപ്പ് എന്നുള്ളതാണ്. സ്വന്തമായി നിർമ്മിച്ച ലിഫ്റ്റിൽ കൃഷിയിടത്തിൽ നിന്ന് മുകളിലേക്ക് ഉയർന്നു വരുന്ന കൊച്ചുമോൻ എന്നുള്ളതാണ്. അരക്ക് താഴേക്ക് ഇടുക്കി അടിമാലി സ്വദേശിയായിട്ടുള്ള കൊച്ചുമോൻ്റെ കഥയാണ് അതിൽ ഒന്നാം പേജിൽ കൊടുത്തിരിക്കുന്നത്. ജൻസിയുടെ സ്നേഹവീട് വിപ്ലവം, തേഞ്ഞിപ്പാലത്ത് പണിത റൈസപ്പ് ഹോമിന് മുന്നിൽ അമ്മയ്ക്കും ചേച്ചിമാർക്കൊപ്പം കുട്ടികൾ എന്നുള്ളൊരു വാർത്ത കൂടി അവിടെ കൊടുത്തിട്ടുണ്ട്. കർഷക തൊഴിലാളി മുതൽ കറവക്കാർക്ക് വരെ മിനിമം വേതനം കൂട്ടി, ജിമ്മിലെ ജോലിക്കാർക്കും വേതനം എന്ന വാർത്ത കൂടി കൊടുത്തുകൊണ്ട് വളരെ പോസിറ്റീവായ തരത്തിലാണ് മാതൃഭൂമി ഇന്നത്തെ ഒന്നാമത്തെ പേജിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് പിന്നീട് മാധ്യമത്തിലേക്ക് വരുമ്പോൾ അത് വേറൊരു തരത്തിലാണ്. അത് ഈ പുതുവർഷം പുതുഹർഷം എന്നൊക്കെ പറഞ്ഞ വാർത്തകളൊക്കെ വരുമ്പോഴും അത് CPIയെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ് ആ വാർത്ത ഇന്ന് മാധ്യമം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് തദ്ദേശ തോൽവിയിൽ CPI പാഠം പഠിക്കണം, തെറ്റുതിരുത്തൽ അനിവാര്യം, പരാജയം ജനങ്ങളുടെ മുന്നറിയിപ്പെന്നും ബിനോയ്. ഈ വർഷം ആദ്യം ഏതാണ്ട് 15 ദിവസത്തോളം വീടുകൾ കയറി ഇറങ്ങിയുള്ള പ്രചാരണത്തിന് CPI കടക്കുന്ന വാർത്തയാണ് ഒന്നാം പേജിലെ വാർത്ത ഇന്ന് മാധ്യമം കൊടുത്തിരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. കേരള കൗമുദിയിലേക്ക് വരുമ്പോൾ കേരള കൗമുദി ഒന്നാം പേജിൽ മറ്റ് രാഷ്ട്രീയ വാർത്തകളൊക്കെ അത് ഉൾപേജിലേക്ക് മാറ്റി ഒന്നാം പേജിൽ കൊടുത്തിരിക്കുന്നത് 1/4 നൂറ്റാണ്ടിൻ്റെ കടവിൽ എന്നുള്ളതാണ്. അതായത് 25 വർഷം പൂർത്തിയാക്കിയിരിക്കുന്നു. ഈ നൂറ്റാണ്ടിൻ്റെ 25 വർഷം ഒരു 1/4 നൂറ്റാണ്ട് പൂർത്തിയാക്കിയിരിക്കുന്നു. 26ാം വർഷത്തിലേക്ക് നമ്മൾ ഇന്ന് കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. ആ സമയത്തുണ്ടായ നേട്ടങ്ങളും നഷ്ടങ്ങളും നൽകിയ ലോകത്തെ തന്നെ മാറ്റിമറിച്ച 1/4 നൂറ്റാണ്ട് കടന്നു പോകുന്നു. ഇതിനെ വെല്ലും കാലമാണ് ഇനി വരുന്നത്. അടുത്ത 25 വർഷത്തിൽ നമ്മുടെ സമൂഹത്തിലെ വിവിധ മേഖലകളിൽ ഉണ്ടാകാൻ പോകുന്ന സാധ്യതയുള്ള മാറ്റങ്ങളെക്കുറിച്ച് ഉള്ള വിശദീകരണം വെച്ചുകൊണ്ടാണ് ആ വാർത്ത കൊടുത്തിരിക്കുന്നത്. ശരിയാണ്, ഇതൊരു AI കാലമാണ്, ഒരു ജൻസി കാലമാണ്. ഇനി അടുത്ത ഏത് കാലത്തിലേക്കാണ് നമ്മൾ പോകുന്നത്? വളരെ ഫാസ്റ്റായി മുമ്പോട്ട് പോകുന്ന ഒരു കാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഇനി അടുത്ത 25 വർഷം 2050 എന്നത് എന്തായിരിക്കും എന്നതിനെക്കുറിച്ച് കൂടി പറഞ്ഞുകൊണ്ടാണ് കേരള കൗമുദി അത്തരത്തിലൊരു വാർത്ത കൊടുത്തിരിക്കുന്നത്. ചന്ദ്രിക ദിനപത്രം കുറെ കൂടി പൊളിറ്റിക്കലാണ്. നമ്മൾ നേരത്തെ മാധ്യമത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ഇടതു മുന്നണിയിൽ നിന്ന് ജനം അകന്നു, തുറന്നു പറഞ്ഞ് CPI എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വാർത്തയായി ഇന്ന് കൊടുത്തിരിക്കുന്നത്. CPI ചതിയൻ ചന്തു എന്ന വെള്ളാപ്പള്ളിയുടെ പരാമർശം അടക്കമുള്ള കാര്യങ്ങൾ കൂടി വെച്ചുകൊണ്ടാണ് ആ വാർത്ത കൊടുത്തിരിക്കുന്നത്. സുപ്രഭാതത്തിലേക്ക് വരുമ്പോൾ സുപ്രഭാതം അതിനെ മറ്റൊരു തരത്തിലാണ് കാണുന്നത്. അതും വേറെ തരത്തിലുള്ള പൊളിറ്റിക്കൽ വാർത്തയാണ്. അത് ശബരിമല സ്വർണ്ണക്കൊള്ള CPM പ്രതിരോധത്തിൽ ചോദ്യക്കുരുക്ക് എന്നുള്ളതാണ്. കടകംപള്ളിയുടെ മൊഴികളിൽ അവ്യക്തതയെന്ന് അന്വേഷണ സംഘം വീണ്ടും വിളിപ്പിക്കും എന്നടക്കമുള്ള കാര്യം. കേസ് CBIക്ക് വിടണമെന്ന ആവശ്യം ശക്തമാകുന്നു. മാധ്യമങ്ങളെ വിമർശിച്ച് കടകംപള്ളി സുരേന്ദ്രൻ അടൂർ പ്രകാശിനെയും ചോദ്യം ചെയ്തേക്കും എന്നതടക്കമുള്ള വാർത്തകൾ വെച്ചുകൊണ്ടാണ് സുപ്രഭാതം പത്രത്തിൽ ആ വാർത്ത ഇന്നുള്ളത്. ഒന്ന് രണ്ട് വാർത്തകൾ കൂടി പറഞ്ഞ് നമുക്ക് വേഗത്തിൽ അവസാനിപ്പിക്കാം. അതിലൊന്ന് ഉള്ളത്
മാതൃഭൂമിയിലാണ്. വാട്ട് ആൻ ഐഡിയ എന്നുള്ളൊരു വാർത്ത കൂടി മാതൃഭൂമിയിലുണ്ട്. അത് വോഡാഫോണിന് ആശ്വാസ പാക്കേജ് AGR കുടിശ്ശികയ്ക്ക് മൊറട്ടോറിയം. കുടിശ്ശിക 87,695 കോടി രൂപയാണ്. അത്രയും പൈസ ആണ് കൊടുക്കാനുള്ളത്. അവർ ഐഡിയയും വോഡാഫോണും തമ്മിലുള്ള മെർജിന് ശേഷവും അത്രയും തുക കുടിശ്ശികയായിട്ടുണ്ട് എന്നുള്ളതാണ്. 2 വർഷത്തെ കുടിശ്ശിക 6 വർഷം കൊണ്ട് അടയ്ക്കാം എന്ന കാര്യം പറഞ്ഞുകൊണ്ടാണ് ഒന്നാമത്തെ പേജിൽ തന്നെ ആ വാർത്ത മാതൃഭൂമി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഏതായാലും ഇത്തരത്തിൽ പല വാർത്തകളുണ്ട് ഒന്നാം പേജിൽ. പക്ഷേ പലതരത്തിൽ അത് പുതുവത്സരത്തെ സ്വീകരിക്കുന്ന തരത്തിലും അതോടൊപ്പം തന്നെ എന്തായിരിക്കും പുതിയ രാഷ്ട്രീയ കാര്യങ്ങൾ എന്നതൊക്കെ വെച്ചുകൊണ്ടാണ് ഇന്ന് ഓരോ പത്രങ്ങളും അവരുടെ വാർത്തയെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഇനി തിരിച്ച് സേതുലേക്ക്.